അധികാരത്തിന്റെ ഗർവ് കാണിച്ചുകൊണ്ട്, ധാർഷ്ട്യം കാണിച്ചുകൊണ്ട്, ഭരണം തങ്ങളുടെ കയ്യിലാണ്, തങ്ങളോട് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള ആ ഒരു ഒറ്റ കാര്യത്തിന്റെ പുറകിൽ ആ MLA പഞ്ചായത്ത് ഹാളിൽ ഇറങ്ങി വന്ന് പുറത്താക്കപ്പെട്ട ജനാധിപത്യ പഞ്ചായത്ത് രാജിന്റെ നിയമത്തിൽ പുറത്താക്കപ്പെട്ട ഒരു മെമ്പറെ അവിടെ അവരോധിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഗുണ്ടായിസത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുകയല്ല വേണ്ടത്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച്, ജനങ്ങളിൽ പ്രവർത്തനം നടത്തി, ജനങ്ങൾക്ക് സൽപ്രവർത്തി കാഴ്ചവെച്ച് അധികാരം പിടിച്ചെടുക്കാൻ നിങ്ങൾ CPM അല്ല, അതിന്റെ ഗുണ്ടകളാണെങ്കിലും സഹിച്ചാലും ഞങ്ങൾ അതിനെ യാതൊരു രീതിയിലും എതിർക്കില്ല. പക്ഷേ ഗുണ്ടായിസത്തിന്റെ പേരിൽ ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ അവരുടെ ആർജവം നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് പിണറായി വിജയനല്ല, അവന് അപ്പൂപ്പൻ വന്നാലും സാധിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സാബു ജേക്കബ് ഒറ്റയ്ക്കല്ല, സാബു ജേക്കബിന്റെ കൂടെ ഇവിടെ ആയിരങ്ങളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കുന്നത്തനാടിൽ ആരെങ്കിലും അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തിയാൽ അതുകൊണ്ട് ഒലിച്ചു പോകുന്നതല്ല 2020 രാഷ്ട്രീയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2020 പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന രാഷ്ട്രീയം അത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ തടസ്സം വയ്ക്കുമ്പോൾ ജനാധിപത്യമായ രീതിയിൽ, ജനാധിപത്യത്തിൽ അവകാശപ്പെടുന്ന രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി അത് ജനങ്ങളെ ബോധിപ്പിച്ച് ഇവരെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അത് 2020 നടത്തുക തന്നെ ചെയ്യും. അത് ആരും ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നില്ല. ഇവിടെ കോടതികളുണ്ട്, ഇവിടെ അവകാശങ്ങൾ സ്ഥാപിക്കാൻ അധികാര സ്ഥാനങ്ങളുണ്ട്, നമ്മുടെ പോലീസ് സുഹൃത്തുക്കളുണ്ട്. ഇവരെല്ലാം